പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഈ ഞായറാഴ്ച രാവിലെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർച്ച് 15, നോമ്പുകാലത്തിൻ്റെ 4ാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ ഈ ദിവസത്തിന് സഭ ഒരു പ്രത്യേക പേര് നൽകിയിട്ടുണ്ട്: ലെത്താരെ സൺഡേ. ലെത്താരെ എന്ന ലത്തീൻ വാക്കിൻ്റെ അർത്ഥം സന്തോഷിക്കുക എന്നാണ്. നോമ്പിൻ്റെ ഇരുട്ടിൽ, തപസ്സിൻ്റെ കാഠിന്യത്തിൽ സഭ ഇന്ന് നമ്മോട് പറയുന്നു: സന്തോഷിക്കുക, കാരണം ഉയിർപ്പിൻ്റെ വെളിച്ചം അടുത്തു വരുന്നു. ഞാനിന്ന് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഒന്ന് ആലോചിക്കൂ. നിങ്ങളിപ്പോൾ ജീവിതത്തിൽ ഏതോ ഒരു ഇരുട്ടിലൂടെ നടക്കുകയാണോ? ചുറ്റും നോക്കുമ്പോൾ വഴി കാണുന്നില്ല. പ്രശ്നങ്ങൾ കുന്നുകൂടുന്നു, ആരോഗ്യം ക്ഷയിക്കുന്നു, ബന്ധങ്ങൾ തകരുന്നു, ജോലിസ്ഥലത്ത് സമ്മർദ്ദം, കുടുംബത്തിൽ സമാധാനമില്ല. രാത്രിയിൽ കിടക്കയിൽ മലർന്നു കിടന്ന് സീലിങ്ങിലേക്ക് നോക്കുമ്പോൾ ഒരു ശൂന്യത. ഈ ഇരുട്ട് എപ്പോൾ തീരും എന്ന് ചോദിക്കാൻ പോലും ധൈര്യമില്ല. എന്നാൽ ഇന്ന് ദൈവം നിങ്ങളോട് വളരെ വ്യക്തമായി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു: നീ ഒറ്റയ്ക്കല്ല. ഈ ഇരുട്ടിൽ ഒറ്റയ്ക്കല്ല. ഈ ഇരുട്ടിൽ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ ഇരുട്ടിനൊരു അന്ത്യമുണ്ട്. വെളിച്ചം വരും. ഞാനാണ് ആ വെളിച്ചം. ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്നാണ്. ജന്മനാ അന്ധനായ ഒരു മനുഷ്യനെ യേശു കണ്ടുമുട്ടുന്ന കഥ. ആ മനുഷ്യൻ ജനിച്ചതു മുതൽ ഇരുട്ടിലായിരുന്നു. സൂര്യൻ്റെ മുഖം ഒരിക്കലും കണ്ടിട്ട് പ്രത്യാശയുടെ വെളിച്ചം കാണുന്നില്ല. പക്ഷേ ആ ദിവസം എന്ത് സംഭവിച്ചു? യേശു ആ അന്ധൻ്റെ അടുത്തുകൂടി നടന്നു പോയില്ല. യേശു നിന്നു. യേശു അവനെ നോക്കി. ഇതാണ് നമ്മുടെ ദൈവം. ലോകം മുഴുവൻ നിന്നെ അവഗണിക്കുമ്പോഴും ആളുകൾ നിന്നെ മറന്നു പോകുമ്പോഴും നീ ഒറ്റയ്ക്കിരുട്ടിലിരിക്കുമ്പോഴും യേശു നിന്നെ കാണുന്നുണ്ട്. യേശു നിൽക്കുന്നുണ്ട്. യേശു നിൻ്റെ അടുത്ത് വരുന്നുണ്ട്. യേശു മണ്ണിൽ തുപ്പി ചേറുണ്ടാക്കി ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ പുരട്ടി. എന്നിട്ട് പറഞ്ഞു: പോയി ശീലോഹ കുളത്തിൽ കഴുകുക. ആ മനുഷ്യൻ പോയി കഴുകി, കണ്ണു തുറന്നു. ജീവിതത്തിൽ ആദ്യമായി അവൻ വെളിച്ചം കണ്ടു. ആദ്യമായി ലോകം കണ്ടു. ആദ്യമായി ആകാശം കണ്ടു. ആദ്യമായി മനുഷ്യരുടെ മുഖം കണ്ടു. പിന്നീട് ഫരിസേയർ അവനോട് ചോദിച്ചു: ഇതെങ്ങനെ സംഭവിച്ചു? ആരാണിത് ചെയ്തത്? അയാൾ പാപിയാണോ? ഇത് സത്യമാണോ എന്നൊക്കെ. അവരവനെ പ്രകോപിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി, പള്ളിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ആ മനുഷ്യൻ ഒരു കാര്യം പറഞ്ഞു: ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. 1, അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു. ഇതാണ് യോഹന്നാൻ 9:25. അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. ഒന്നും അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു. എന്തൊരു ശക്തമായ സാക്ഷ്യം! അവൻ ദൈവശാസ്ത്ര പണ്ഡിതനല്ല, വേദപുസ്തക വിദഗ്ധനല്ല. പക്ഷേ അവൻ ഒരു കാര്യം അനുഭവിച്ചറിഞ്ഞു: ഞാൻ ഇരുട്ടിലായിരുന്നു, ഇപ്പോൾ വെളിച്ചത്തിലാണ്. യേശോ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തി. അത്ര മതി. ഓരോ സന്തോഷത്തിലും ഭയപ്പെട്ടു. ഇതു നിൽക്കില്ല. അവൾ കണ്ണുകൊണ്ടെല്ലാം കണ്ടു, പക്ഷേ ഹൃദയം കൊണ്ട് ഒന്നും കണ്ടില്ല. അവൾ ജീവിച്ചു, പക്ഷെ ജീവിതം അനുഭവിച്ചില്ല. ഒരു ദിവസം രാത്രി, വളരെ ക്ഷീണിച്ചൊരു രാത്രി, അവൾ ഒറ്റയ്ക്ക് മുറിയിലിരുന്ന് ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചു. മുട്ടുകുത്തിയിരുന്നു. ഒരു പ്രാർത്ഥന പോലും വാക്കുകളിൽ വന്നില്ല. അവൾ ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞു: ഈശോയെ, വെറും ഈശോയെ. കണ്ണുനീറൊഴുകി. അവൾ അറിഞ്ഞില്ല എന്ത് സംഭവിക്കുന്നു എന്ന്. പക്ഷേ ആ രാത്രിയിൽ ഒരു മാറ്റം ആരംഭിച്ചു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അതേ ലോകം, അതേ മരങ്ങൾ, അതേ ആകാശം. പക്ഷെ എന്തോ വ്യത്യാസമുണ്ട്. ഒരു വെളിച്ചം, ഉള്ളിലൊരു ചൂട്, ഒരു ചെറിയ പ്രത്യാശ. ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു തിരിച്ചറിവ്. അവൾ അന്ധയായിരുന്നില്ല. അവൾ ഇരുട്ടിൽ ജീവിക്കുകയായിരുന്നു. വേദനയുടെ ഇരുട്ട്, ഒറ്റപ്പെടലിൻ്റെ ഇരുട്ട്. പക്ഷേ ഈശോ ആ ഇരുട്ടിലേക്ക് വന്നു. ഒരു ചെറിയ പ്രാർത്ഥനയിലൂടെ, ഒരൊറ്റ വാക്കിലൂടെ അവൻ അവളുടെ ആന്തരിക കണ്ണുകൾ തുറന്നു. ഇത് നിങ്ങളുടെയും കഥയല്ലേ? നിങ്ങളും ഇതുപോലെ ഇരുട്ടിലിരിക്കുകയല്ലേ? ജോലിയുടെ ഭാരം താങ്ങാൻ പറ്റുന്നില്ല. ആരോഗ്യം ക്ഷയിക്കുന്നു. കുടുംബത്തിൽ സമാധാനമില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട്. ഒറ്റയ്ക്കെല്ലാം ചെയ്യേണ്ട ഭാരം. ആരോടും പറയാൻ പറ്റാത്ത ഒരു വേദന. എഫേസോസ് 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു: ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്നു നിരാശയുടെ ഉറക്കം, ഭയത്തിൻ്റെ ഉറക്കം,
ആലസ്യത്തിൻ്റെ ഉറക്കം. ഇന്ന് ദൈവം വിളിക്കുന്നു, ഉണരുക, എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഇന്ന് ലത്താരെ ഞായറാഴ്ച, സന്തോഷത്തിൻ്റെ ഞായർ. നോമ്പിൻ്റെ മധ്യത്തിൽ, തപസ്സിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ സഭ ഗുലാബി നിറത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ച് നമ്മോട് പറയുന്നു, സന്തോഷിക്കുക. എന്തുകൊണ്ട്? കാരണം ഈസ്റ്റർ അടുത്തു വരുന്നു, ഉയിർപ്പ് അടുത്തു വരുന്നു. നിങ്ങളുടെ ഈ ഇരുട്ട് ശാശ്വതമല്ല. ഇരുട്ടിനൊരു കാലാവധിയുണ്ട്. വെളിച്ചം വരും. വെളിച്ചം തീർച്ചയായും വരും. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എത്ര മനോഹരമായ വാക്കുകൾ! ദാവീദ് രാജാവ് പറയുന്നില്ല, ഞാൻ ഒരിക്കലും ഇരുട്ടിലൂടെ നടക്കുകയില്ല എന്ന്. അദ്ദേഹം പറയുന്നത്, ഇരുട്ടിലൂടെ നടക്കുമ്പോഴും ഞാൻ ഭയപ്പെടുകയില്ല എന്നാണ്. കാരണം ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇതാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നല്ല. വിശ്വാസം എന്ന് പറയുന്നത് പ്രശ്നങ്ങളിലൂടെ നടക്കുമ്പോഴും ദൈവം കൂടെയുണ്ട് എന്ന് ഉറപ്പാണ്. ഇരുട്ട് വരും, കഷ്ടത വരും, രോഗം വരും, നഷ്ടം വരും. പക്ഷേ ഈ ഇരുട്ടിൻ്റെ താഴ്വാഴ്വരയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ഇടയൻ നമ്മുടെ കൂടെയുണ്ട്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഒരു വാക്കുകൊണ്ട് എല്ലാം മാറ്റാൻ ദൈവത്തിന് കഴിയും. ഇനി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും, കിടക്കയിലാണെങ്കിലും, ബസ്സിലാണെങ്കിലും, അടുക്കളയിലാണെങ്കിലും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കൂ. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് മുന്നിൽ തുറക്കൂ. നിങ്ങൾ പറയേണ്ട, ദൈവം അറിയുന്നുണ്ട്. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ വരുന്നു. ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു. ഞങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൾ ഇരുട്ടിലാണ്. ഞങ്ങൾ വഴി കാണുന്നില്ല. ഞങ്ങൾക്ക് ചുറ്റും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കുന്നുകൂടുന്നു. ചിലപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു, ദൈവമേ, നീ എവിടെയാണ്? നീ ഞങ്ങളെ കാണുന്നുണ്ടോ? പക്ഷേ ഈശോയെ, ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അന്ധനായ ആ മനുഷ്യൻ്റെ അടുത്ത് നിന്ന അതേ നീ ഇന്ന് ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നു. ഞങ്ങളുടെ ആന്തരിക കണ്ണുകൾ തുറക്കണമേ. ഭയത്തിൻ്റെ ഇരുട്ട് മാറ്റണമേ. നിരാശയുടെ അന്ധത മാറ്റണമേ. അന്ധത മാറ്റണമേ. ഒറ്റപ്പെടലിൻ്റെ വേദന സുഖപ്പെടുത്തണമേ. ഞങ്ങൾ അങ്ങയുടെ സ്നേഹം കാണാൻ പഠിക്കട്ടെ. ഞങ്ങൾ ചുറ്റുമുള്ള അനുഗ്രഹങ്ങൾ കാണാൻ പഠിക്കട്ടെ. ഞങ്ങൾ പ്രത്യാശയുടെ വെളിച്ചം കാണാൻ പഠിക്കട്ടെ. ഈശോയെ, ഈ നോമ്പുകാലത്ത് ഞങ്ങളെ ഉണർത്തണമേ. ഉറങ്ങുന്നവനെ ഉണരുക എന്ന് അങ്ങ് ഞങ്ങളോട് പറയുന്നു. ഞങ്ങൾ ഉണരുന്നു. ഭയത്തിൻ്റെ ഉറക്കത്തിൽ നിന്ന് ഞങ്ങൾ ഉണരുന്നു. നിരാശയുടെ ഉറക്കത്തിൽ നിന്ന് ഞങ്ങൾ ഉണരുന്നു. അലസതയുടെ ഉറക്കത്തിൽ നിന്ന് ഞങ്ങൾ ഉണരുന്നു. ക്രിസ്തു ഞങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. ഇന്ന് ഈ വീഡിയോ ആ ജന്മനാ അന്ധനായ മനുഷ്യൻ പറഞ്ഞതുപോലെ ഞങ്ങളും ഇന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ കുരുടരായിരുന്നു, ഇപ്പോൾ കണ്ടു കാണുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ കാണുന്നു. അങ്ങയുടെ കരുണയുടെ പ്രകാശത്തിൽ ഞങ്ങൾ കാണുന്നു. അങ്ങയുടെ ഉയിർപ്പിൻ്റെ പ്രത്യാശയിൽ ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ ഇരുട്ടല്ല, ഞങ്ങൾ അങ്ങയുടെ വെളിച്ചമാണ്. ഈ വെളിച്ചം ഒരിക്കലും അണയാതിരിക്കട്ടെ. ഈ പ്രത്യാശ ഒരിക്കലും മങ്ങാതിരിക്കട്ടെ. ഈ സ്നേഹം ഒരിക്കലും തണുക്കാതിരിക്കട്ടെ. ഞങ്ങളുടെ ഈശോയെ, അങ്ങയുടെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കട്ടെ. ഞങ്ങൾ എന്നേക്കും അങ്ങയുടെ ആലയത്തിൽ വസിക്കട്ടെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലത്താരെ ഞായറാഴ്ച ദിവസം ഒരു കാര്യം ഓർക്കുക. നിങ്ങളുടെ ഇരുട്ട് ശാശ്വതമല്ല. ഈ രാത്രിക്കൊരു അവസാനമുണ്ട്. പ്രഭാതം വരും. ഈസ്റ്റർ പ്രഭാതം വരും. ഈശോ എന്ന വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ ഉദിക്കും. ആ ജന്മനാ അന്ധനായ മനുഷ്യൻ എത്ര വർഷം ഇരുട്ടിലിരുന്നാലും ഈശോ വന്നപ്പോൾ ഒരു നിമിഷം കൊണ്ടെല്ലാം മാറി. നിങ്ങളുടെ ജീവിതത്തിലും ആ ഒരു നിമിഷം വരും. ഒരുപക്ഷെ ഇന്നാകാം ആ നിമിഷം. അതുകൊണ്ട് ഇന്ന് നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ മെഴുകുതിരി കത്തിക്കുക. അല്ലെങ്കിൽ ഫോണിൻ്റെ വെളിച്ചം മതി, ഒരു ചെറിയ വെളിച്ചം. എന്നിട്ട് ദൈവത്തോട് പറയുക, ഈശോയെ, എൻ്റെ ഇരുട്ട് നീ മാറ്റണമേ. എൻ്റെ കണ്ണുകൾ നീ തുറക്കണമേ. ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.